കോവിഡ് വിവരങ്ങൾക്ക് മുൻപ് സംസ്ഥാനം നേരിടുന്ന മറ്റൊരു ദുരന്തത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഇടുക്കി ജില്ലയിലെ മൂന്നാർ രാജമല പെട്ടിമുടിയിലുണ്ടായ മണ്ണിടിച്ചിലാണ് ഈ കാലവർഷത്തിൽ സംസ്ഥാനത്തെ ദുഃഖത്തിലാഴ്ത്തിയത്. 30 മുറികളുള്ള 4 ലയങ്ങൾ മണ്ണിടിച്ചിലിൽ പൂർണ്ണമായും ഇല്ലാതായി എന്നാണ് ലഭ്യമായ റിപ്പോർട്ട്. ആകെ 80-ലേറെ പേർ താമസിച്ചിരുന്നു. ഇതിൽ 15 പേരെ രക്ഷപ്പെടുത്തി. 15 പേർ മരണമടഞ്ഞു. മറ്റുള്ളവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. മരണപ്പെട്ടവർ 48 വയസ്സുള്ള ഗാന്ധിരാജ്, 35 വയസ്സുള്ള ശിവകാമി, 12 വയസ്സുള്ള വിശാൽ, 46 വയസ്സുള്ള മുരുകൻ, 40 വയസ്സുള്ള രാമലക്ഷ്മി, 48 വയസ്സുള്ള മയിൽസ്വാമി, 40 വയസ്സുള്ള കണ്ണൻ, 44 വയസ്സുള്ള അണ്ണാദുരൈ, 43 വയസ്സുള്ള രാജേശ്വരി, 25 വയസ്സുള്ള കൗസല്യ, 42 വയസ്സുള്ള തപസിയമ്മാൾ, 13 വയസ്സുള്ള സിന്ധു, 25 വയസ്സുള്ള നിതീഷ്, 50 വയസ്സുള്ള പനിനീർസെൽവം, 40 വയസ്സുള്ള ഗണേശൻ. ഇവരുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. പരിക്കേറ്റ 3 പേരെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാളെ മൂന്നാറിലെ ടാറ്റ ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ആശ്വാസധനമായി സർക്കാർ നൽകും. പരിക്കേറ്റവരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് 1251 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 814 പേർക്കാണ് ഇന്ന് രോഗമുക്തിയുണ്ടായത്. 1061 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ ഉറവിടമറിയാത്തത് 73 പേർ. വിദേശത്ത് നിന്നെത്തിയവർ 77. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ 94. 18 ഹെൽത്ത് വർക്കർമാരുമുണ്ട്. കോവിഡ് ബാധിച്ചുള്ള 5 മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം മാമ്പുറത്ത് ഇമ്പിച്ചിക്കോയ ഹാജി 68 വയസ്സ്. കണ്ണൂർ കൂടാളിയിലുള്ള 40 വയസ്സുള്ള സജിത്ത്. തിരുവനന്തപുരം ഉച്ചക്കടയിൽ 60 വയസ്സുള്ള ഗോപകുമാരൻ. എറണാകുളം എളമക്കരയിൽ 60 വയസ്സുള്ള PG ബാബു. ആലപ്പുഴ പൂച്ചാക്കൽ 63 വയസ്സുള്ള സുധീർ. ഇവരാണ് മരണമടഞ്ഞത്. ഇവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. 5 ജില്ലകളിൽ ഇന്ന് രോഗബാധിതരുടെ എണ്ണം 100-ലധികമാണ്. തിരുവനന്തപുരം 289, കാസർഗോഡ് 168, കോഴിക്കോട് 149, മലപ്പുറം 142, പാലക്കാട് 123. രോഗമുക്തി തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ പേർ നേടിയത്, 150. കഴിഞ്ഞ 24 മണിക്കൂറിനകം 27,608 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രാജമലയിൽ പുലർച്ചെയോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത് എന്നാണിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.
കനത്ത മഴയെ തുടർന്ന് വൈദ്യുതി ബന്ധം, വാർത്താവിനിമയ ബന്ധം എല്ലാം തടസ്സപ്പെട്ടിരുന്നു. അതുകൊണ്ട് ദുരന്തം പുറം ലോകമറിയാൻ വൈകുന്ന സാഹചര്യമുണ്ടായി. ഇവിടേക്കുള്ള റോഡിലെ പാലം ഒലിച്ചുപോയിരുന്നു. അത് രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്താൻ വൈകുന്നതിന് ഇടയാക്കി. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പോലീസ്, ഫയർഫോഴ്സ് സംഘങ്ങളും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ലഭ്യമായ മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റും ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു. ഇപ്പോൾ ദേശീയ ദുരന്ത പ്രതികരണ സേന പെരിയ വരപാലം പിന്നിട്ട് സ്ഥലത്തെത്തുന്നതായാണ് റിപ്പോർട്ട്. കനത്ത മഴ മുന്നിൽ കണ്ട് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ഒരു യൂണിറ്റിനെ ഇടുക്കി ജില്ലയിലേക്ക് നിയോഗിച്ചിരുന്നു. എന്നാൽ വാഗമണിൽ ഇന്നലെ രാത്രി ഒരു കാർ ഒലിച്ചുപോയ സംഭവമുണ്ടായി. അതിനെ തുടർന്ന് NDRF അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. രാവിലെയാണ് ഈ സംഘത്തെ രാജമലയിലേക്ക് നിയോഗിക്കുന്നത്. തൃശ്ശൂരിലുണ്ടായിരുന്ന NDRF സംഘത്തെയും രാജമലയിലെ ദുരന്ത മേഖലയിലേക്ക് നിയോഗിക്കുകയുണ്ടായി. ഇതുകൂടാതെ ഫയർഫോഴ്സിൻ്റെ പരിശീലനം ലഭിച്ച 50 അംഗ ടീമിനെ എറണാകുളത്തു നിന്നും നിയോഗിച്ചു. ഈ സംഘങ്ങൾ എത്തിച്ചേരാൻ വൈകുന്ന ഘട്ടത്തിൽ ആകാശമാർഗം രക്ഷാദൗത്യം നടത്താനുള്ള സാധ്യതയും രാവിലെ തന്നെ തേടിയിരുന്നു. വ്യോമസേനയുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ സേവനം ലഭ്യമാക്കാനായിരുന്നു ശ്രമിച്ചത്. മോശം കാലാവസ്ഥ കാരണം ആ ശ്രമം ഇതുവരെ ഫലവത്തായിട്ടില്ല. ദുരന്തമുണ്ടായ സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമായി ക്രൈംബ്രാഞ്ച് IG ഗോപേഷ് അഗർവാളിനെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു. മൃതദേഹങ്ങൾ നിയമ നടപടികൾ പൂർത്തിയാക്കി കൈമാറുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ക്രൈംബ്രാഞ്ച് SP സുദർശനെ നിയോഗിച്ചു. എറണാകുളം റേഞ്ച് DIG കാളിരാജ് മഹേഷ് കുമാർ, ഇടുക്കി ജില്ലാ പോലീസ് മേധാവി R കറുപ്പസ്വാമി എന്നിവർ അപകടസ്ഥലത്തും മൂന്നാറിലുമായി ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. വിവിധ ബറ്റാലിയനുകളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമായി അധികമായി പോലീസിനെ അവിടത്തേക്ക് നിയോഗിച്ചിട്ടുമുണ്ട്. മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകളിലും പോലീസിന് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും പോലീസ് സേന സുസജ്ജമാണ്. അപകടത്തിൽപ്പെട്ടവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ പ്രത്യേക മെഡിക്കൽ സംഘത്തെ എറണാകുളം, കോട്ടയം ജില്ലകളിൽ നിന്ന് രാജമലയിലേക്ക് നിയോഗിച്ചു. ഇടുക്കി ജില്ലയിൽ മൊബൈൽ മെഡിക്കൽ സംഘത്തെയും ആംബുലൻസുകളെയും തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് കരസേനയുടെയും നാവികസേനയുടെയും സഹായവും തേടും. തിരുവനന്തപുരം ജില്ലയിൽ 47 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും മഴയിൽ തകർന്നിട്ടുണ്ട്. നെടുമങ്ങാട് താലൂക്കിലെ ഉഴമലക്കൽ വില്ലേജിൽ മരം വീണ് ഒരു മരണം സംഭവിച്ചു. കടൽക്ഷോഭത്തിൽ പൂന്തുറ ചേരിയമുട്ടത്ത് 20ഓളം വീടുകളിൽ വെള്ളം കയറി. 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൊല്ലം ജില്ലയിൽ 125-ലേറെ വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. ഓരോ കിണറിനും തൊഴുത്തിനും കേടുപാടുകളുണ്ട്. കുന്നത്തൂർ താലൂക്കിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. പത്തനംതിട്ട ജില്ലയിൽ പമ്പ, മണിമല,
അച്ചൻകോവിൽ എന്നിവയിലെ ജലനിരപ്പ് വാണിംഗ് ലെവലിന് മുകളിലാണ്. അച്ചൻകോവിലാർ, കല്ലേലി, കോന്നി എന്നിവിടങ്ങളിൽ കരകവിഞ്ഞൊഴുകുകയാണ്. അപകട മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ജില്ലാ കളക്ടറേറ്റിലും താലൂക്ക് ഓഫീസുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കി. ആലപ്പുഴ ജില്ലയിൽ 2 ക്യാമ്പുകൾ നേരത്തെ തുടങ്ങിയിരുന്നു. കോട്ടയം ജില്ലയിലെ നദികളിൽ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. മലയോര മേഖലകളിൽ ചെറിയ തോതിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുണ്ടായി. പാല, ഈരാറ്റുപേട്ട, കൂട്ടിക്കൽ, മുണ്ടക്കയം തുടങ്ങിയ മേഖലകളിൽ ഇൻസിഡന്റ് റെസ്പോൺസ് സംവിധാനം അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടലേറ്റം ശക്തമായി തുടരുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ചെല്ലാനത്ത് തോടുകളിലെ നീരൊഴുക്ക് സുഗമമാക്കാൻ ഊർജിതമായ ശ്രമമാണ് നടക്കുന്നത്. ബസാർ തോടിൽ വന്നടിഞ്ഞ മണലും കല്ലുകളും യന്ത്രസഹായത്തോടെ നീക്കം ചെയ്യുന്നു. കടൽ വെള്ളം കയറുന്ന മേഖലകളിൽ താമസിക്കുന്നവരെ ക്യാമ്പുകളിലേക്ക് മാറ്റും. ബസാർ, മാലാകപ്പടി, ചാളക്കടവ് എന്നീ പ്രദേശങ്ങളിലാണ് കടലേറ്റം രൂക്ഷം. സൗദി പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തും കടൽക്ഷോഭത്തിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഭൂതത്താൻകെട്ട് ബാരേജിലെ 15 ഷട്ടറുകളും തുറന്നു. പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവരെയും ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. കൊച്ചി, കോതമംഗലം, പറവൂർ, മൂവാറ്റുപുഴ, കുന്നത്തുനാട്, കണയന്നൂർ താലൂക്കുകളിൽ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചു. പെരിങ്ങൽകുത്ത് അണക്കെട്ടിൻ്റെ സ്ലൂയിസ് ഗേറ്റുകൾ തുറന്ന് വെള്ളമൊഴുക്കുന്നത് മൂലം ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നത് ഈ പുഴയോരത്തുള്ള പറവൂർ, ആലുവ താലൂക്കുകളിലെ പ്രദേശങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതകൾ മുന്നിൽ കണ്ട് ജില്ലയിലെ മുഴുവൻ ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ചു. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്കുള്ള ഒഴുക്ക് വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇരട്ടിയിലധികമാണ് വെള്ളത്തിൻ്റെ അളവ്. മുളങ്കുന്നത്തുകാവിലെ പൂമല ഡാമിൻ്റെ 4 ഷട്ടറുകൾ തുറന്നു. രക്ഷാപ്രവർത്തനത്തിനായി 22 അംഗ കേന്ദ്ര ദുരന്ത നിവാരണ പ്രതികരണ സംഘം പാലക്കാട് ജില്ലയിലെത്തി. ദുരന്ത സാധ്യതയുള്ള അട്ടപ്പാടി, മണ്ണാർക്കാട്, നെല്ലിയാമ്പതി, മലമ്പുഴ മേഖലകൾ സംഘം സന്ദർശിച്ചു. മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ തീവ്ര മഴ തുടരുകയാണ്. ചാലിയാർ കരകവിഞ്ഞു. നിലമ്പൂർ ടൗണിൽ വെള്ളം കയറി. നിലമ്പൂർ, ഏറനാട്, പൊന്നാനി താലൂക്കുകളിലായി ജില്ലയിൽ 8 ക്യാമ്പുകൾ തുറന്നു. പൊന്നാനി താലൂക്കിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. 10ഓളം വീടുകൾ പൂർണ്ണമായും 30ഓളം വീടുകൾ ഭാഗികമായും തകർന്നു. വയനാട് ജില്ലയിലെ 3 താലൂക്കുകളിലായി 58 ക്യാമ്പുകൾ തുറന്നു. 3165 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരിൽ 1268 പേർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. 1579 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന 477 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും മറ്റും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. കാരാപ്പുഴ ഡാമിൻ്റെ 3 ഷട്ടറുകൾ 15 സെൻറ്റിമീറ്റർ വീതം ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നുണ്ട്. ബാണാസുര ഡാമിലെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാണ്. കർണാടകയിലെ
കബനി ഡാമിൽ നിന്ന് കൂടുതൽ ജലം പുറത്തേക്കൊഴുക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 60,000 ക്യൂസെക്സ് ജലം ഒഴുക്കിവിടുന്നുണ്ട്. മേപ്പാടി മുണ്ടക്കൈ മലയിൽ ഇന്ന് ഉരുൾപൊട്ടലിൽ 2 വീടുകൾ തകർന്നു, 2 പാലങ്ങളും തകർന്നിട്ടുണ്ട്. ഇവിടെ കുടുങ്ങിയ 21 പേരെ രക്ഷപ്പെടുത്തി. പാലങ്ങൾ തകർന്നതിനാൽ കയറിൽ വലകെട്ടിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇവിടെ നിന്ന് നിരവധി കുടുംബങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റി പാർപ്പിച്ചതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. മഴക്കെടുതി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ദേശീയ ദുരന്ത പ്രതിരോധ സേനയുടെ കൂടുതൽ സംഘങ്ങൾ സംസ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എത്തിയ 2 സംഘങ്ങളെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലായി വിന്യസിച്ചു. നാളെ രാവിലെ 3 ടീമുകളെ തൃശൂർ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കും. കനത്ത മഴയുടെ സാഹചര്യത്തിൽ എസ്റ്റേറ്റുകളിലെ തൊഴിലാളി ക്യാമ്പുകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. മണ്ണിടിച്ചിലിൻ്റെ മുൻചരിത്രമില്ലാത്ത സ്ഥലത്താണ് ഇത് സംഭവിച്ചത്. പ്രശ്നബാധിത മേഖലകളിൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിലെ അനുഭവങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തത്. വിവരങ്ങൾ ഏറ്റവും താഴേത്തട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു. ക്യാമ്പ് നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി പ്രോട്ടോക്കോൾ ഉണ്ടാക്കി. അനുയോജ്യമായ സ്ഥലങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തുകയും ചെയ്തു. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 10 ടീമിനെ സംസ്ഥാനത്ത് അയക്കണമെന്നാണ് കാലവർഷത്തിന് തുടക്കത്തിൽ തന്നെ സംസ്ഥാനം ആവശ്യപ്പെട്ടത്. 1-ാം ഘട്ടത്തിൽ 4 ടീമിനെ നമുക്ക് ലഭിച്ചു. വയനാട്, ഇടുക്കി, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലായി ഈ സേനയെ വിന്യസിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കൂടുതൽ ടീമിനെ കൂടി സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായാണ് മഴ കൂടുതൽ ശക്തിപ്പെട്ടത്. ഇതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും അപകട മേഖലയിൽ താമസിക്കുന്നവരെയും മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. കേരളത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ്. തമിഴ്നാട്ടിൽ നീലഗിരി ജില്ലയിലും സമീപ ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കർണാടകയിൽ ദക്ഷിണ കന്നഡ, ഉടുപ്പി, ഉത്തര കന്നഡ, കുടക് തുടങ്ങിയ പ്രദേശങ്ങളിലും മഹാരാഷ്ട്രയിലെ മുംബൈ, കൊങ്കൺ ബെൽറ്റിലും മഴ രൂക്ഷമാണ്. ഇത്തരം സാഹചര്യത്തിൽ അന്തർ സംസ്ഥാന യാത്രകൾ പരമാവധി ഒഴിവാക്കണം. കേരളത്തിൽ വിവിധയിടങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ അതിതീവ്ര മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഇവയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ ഊർജിതമാക്കും. നാളെ ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് 24 മണിക്കൂറിൽ 204.5 മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയാണിത്. ഇത്തരത്തിൽ അതിതീവ്ര മഴ ലഭിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും ഉയർന്ന അലേർട്ടായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു.
കഴിഞ്ഞ 4 ദിവസമായി ശക്തമായി മഴ ലഭിക്കുന്ന വയനാട്, ഇടുക്കി ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും മലപ്പുറം ജില്ലയിലെ കിഴക്കൻ മേഖലയിലും ദുരന്ത സാധ്യത മേഖലകളിൽ ഉള്ളവരെ ഉടനെ തന്നെ മുൻകരുതലിൻ്റെ ഭാഗമായി ക്യാമ്പുകളിലേക്ക് മാറ്റും. രാത്രി സമയങ്ങളിൽ മഴ ശക്തിപ്പെടുന്ന സാഹചര്യം കാണുന്നതുകൊണ്ട് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻകരുതലിനായി പകൽ സമയം തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കും. മലയോര മേഖലയിലേക്കുള്ള രാത്രി ഗതാഗതം പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. വൈകിട്ട് 7 മുതൽ പകൽ 7 വരെയുള്ള സമയത്തുള്ള മലയോര മേഖലയിലേക്കുള്ള രാത്രി ഗതാഗതം നിരോധിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കും. ഇതിനോട് പൊതുജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണം. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മറ്റന്നാൾ ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമോ അതിശക്തമോ ആയ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെങ്ങും പ്രധാനപ്പെട്ട 17 അണക്കെട്ടുകൾ തുറന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി, ലോവർ പെരിയാർ, പൊന്മുടി, ഇരട്ടയാർ ഡാമുകളും പത്തനംതിട്ട ജില്ലയിലെ മണിയാർ, മുഴിയാർ, മൂഴിയാർ ഡാമുകളും പാലക്കാട് ജില്ലയിലെ മൂലത്തറ, മംഗലം, ശിരുവാണി, കാഞ്ഞിരപ്പുഴ ഡാമുകളും തൃശൂർ ജില്ലയിലെ പൊരിങ്ങൽകുത്തും, വയനാട് ജില്ലയിലെ കാരാപ്പുഴ ഡാമും, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ഡാമും, കണ്ണൂരിലെ പഴശ്ശി ഡാമും തുറന്നിട്ടുണ്ട്. ജലവിഭവ വകുപ്പിൻ്റെ കീഴിലുള്ള ഡാമുകൾ അലേർട്ട് ലെവൽ എത്തുന്നതിന് മുൻപേ തന്നെ നേരത്തെ തുറന്നിരുന്നു. KSEB കീഴിലുള്ള ഡാമുകൾ റൂൾ കർവ് അനുസരിച്ച് ശാസ്ത്രീയമായാണ് തുറക്കുന്നത്. പൊന്മുടി, കക്കയം ഡാമുകളാണ് പുതുതായി തുറന്നിട്ടുള്ളത്. നദികൾക്കിരുവശവും താമസിക്കുന്നവരും ചെരിഞ്ഞ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തേണ്ടതാണ്. സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കാൻ ശ്രദ്ധിക്കണം. തിരുവനന്തപുരം ജില്ലയിലെ 3 തീരദേശ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ് സോണുകളിലും ഓഗസ്റ്റ് 16 വരെ ലോക്ക്ഡൗൺ കർശനമായി തുടരാൻ തീരുമാനിച്ചു. ആഗസ്റ്റ് 10 മുതൽ വിഴിഞ്ഞം തുറമുഖത്ത് മത്സ്യബന്ധനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും നിബന്ധനകളോടെ അനുമതി നൽകി. ചാല മാർക്കറ്റിലെ കടകൾക്ക് കർശന നിർദ്ദേശങ്ങൾ പാലിച്ച് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകി. കൊല്ലം ജില്ലയിലെ കണ്ടെയ്ൻമെൻറ് സോണുകളിലുള്ള കശുവണ്ടി ഫാക്ടറികൾക്ക് കശുവണ്ടി പ്രോട്ടോക്കോൾ പാലിച്ച് പ്രവർത്തിക്കാൻ അനുമതി നൽകി. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ വലിയ മാർക്കറ്റ് പൂർണ്ണമായും അടച്ചു. പട്ടണക്കാട് പഞ്ചായത്ത് പൂർണ്ണമായും കണ്ടെയ്ൻമെൻറ് സോണാക്കി. നാം ഒരു ഇരട്ട ദുരന്തമാണ് നേരിടുന്നത്. ഒരു ഭാഗത്ത് കോവിഡ് പ്രതിരോധം, ഇപ്പോൾ കാലവർഷക്കെടുതികൾക്കെതിരായ പ്രവർത്തനം, അതോടൊപ്പം ഇത് രണ്ടും ഒന്നിച്ച് വേണ്ടി വന്നിരിക്കുകയാണ്. ഇതുവരെ വന്ന മുന്നറിയിപ്പുകൾ വെച്ച് അപകട സാധ്യതകൾ കൂടുതലുമാണ്. വരും ദിവസങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് വിദഗ്ധരുടെ നിഗമനം. അങ്ങനെ പ്രവചിക്കപ്പെട്ട മട്ടിലുള്ള വർധനയുടെ തോത് കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നാം നടത്തുന്നത്. അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്ത നിവാരണത്തിനു വേണ്ടിയുള്ള ഇടപെടലും ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് സർക്കാർ തീരുമാനത്തിൻ്റെ ഭാഗമായി മാത്രം പൂർത്തീകരിക്കാവുന്ന ദൗത്യമല്ല. ഈ പോരാട്ടത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി
അണിചേരേണ്ടതുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദങ്ങൾ മാറ്റിവെച്ച് മറ്റെല്ലാ ഭേദചിന്തകൾക്കും അതീതമായി നമുക്ക് ഒന്നിച്ച് ഈ ദുർഘടസന്ധിയെ നേരിടേണ്ടതുണ്ട്. അതിന് മുഴുവൻ ജനങ്ങളുടെ സഹായവും പിന്തുണയും പങ്കാളിത്തവും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സംസ്ഥാനം പരിമിതമായ സാമ്പത്തിക വിഭവശേഷിയുള്ള ഒന്നാണ്. എന്നാൽ എക്കാലത്തും ലോകത്തിന് തന്നെ മാതൃകയായി മാറിയ നിരവധി നേട്ടങ്ങൾ നമ്മുടേതായി ഉണ്ടായിട്ടുണ്ട്. അതിന് നമുക്ക് സാധിച്ചത് ജനങ്ങളുടെ ശക്തമായ പങ്കാളിത്തം, വികസനത്തിൻ്റെയും സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെയും എല്ലാ തുറകളിലും ഉറപ്പുവരുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ്. കോവിഡ് മഹാമാരിക്കെതിരെ നമ്മൾ ഉയർത്തിയ പ്രതിരോധവും ലോകപ്രശംസ പിടിച്ചു പറ്റിയത് മറ്റൊന്നും കൊണ്ടല്ല. എല്ലാ ഘട്ടങ്ങളിലും ജനങ്ങളുടെ നിശ്ചയമായ പിന്തുണയും പങ്കാളിത്തവും സർക്കാരിന് ലഭിച്ചു. സാമ്പത്തികമായ പ്രതിസന്ധിയിൽ സംസ്ഥാനത്തിന് കൈത്താങ്ങാകാൻ സകല ദുഷ്പ്രചരണങ്ങളെയും ചെറുത്തുകൊണ്ട് മലയാളികൾ മുന്നിട്ടിറങ്ങി. അവർ നിർലോഭം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി. എന്ത് പ്രതിസന്ധി വന്നാലും സ്വന്തം സമൂഹത്തിനു വേണ്ടി പോരാടാൻ തയ്യാറുള്ള ആ മനസ്ഥിതിയുടെ ആവേശജനകമായ ഉദാഹരണമാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്ന റീസൈക്കിൾ കേരള എന്ന ക്യാമ്പയിൻ. നൂറുകണക്കിന് യുവാക്കൾ പഴയ സാധനങ്ങൾ വീടുകളിൽ നേരിട്ട് പോയി ശേഖരിച്ചു. പത്രം വിറ്റു, കരിങ്കൽ ചുമന്ന്, കക്കവാരി, മീൻ പിടിച്ച്, റോഡ് പണി ചെയ്ത്, കരകൗശല വസ്തുക്കളുണ്ടാക്കി. വൈകാരികതയോടെ സൂക്ഷിച്ചു വെച്ച പഴയ സാധനങ്ങൾ വിൽപ്പന നടത്തി. പഴയ വാഹനങ്ങൾ ആക്രിയായി വിൽപ്പന നടത്തി. ഇങ്ങനെ ഉള്ള വിവിധ വഴികളിലൂടെ ശേഖരിച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് 10,95,86,537 രൂപയാണ്. ഇത് ലോകത്തിന് തന്നെ മാതൃക തീർക്കുന്ന ഒരു പ്രവർത്തനമാണ്. യുവാക്കളാണ് ഏത് സമൂഹത്തിൻ്റെയും നട്ടെല്ല്. അത് ശക്തമാണെങ്കിൽ ഏത് പ്രതിസന്ധിക്ക് മുന്നിലും തലയുയർത്തി കാലിറാതെ നമുക്ക് മുന്നോട്ട് പോകാനാവും. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കേരളത്തിലെ യുവാക്കൾ ഈ സമൂഹത്തിന് പകരുന്നത് ആ ആത്മവിശ്വാസമാണ്. ഡിവൈഎഫ്ഐയെ ഹാർദമായി അഭിനന്ദിക്കുന്നു. ഇടുക്കി, വയനാട് ജില്ലകളിൽ അതിതീവ്ര മഴയാണ് പെയ്യുന്നത്. വടക്കൻ ജില്ലകളിൽ പൊതുവെയും നല്ല മഴയുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഡാമുകളിലെ ജലനിരപ്പ് ആശങ്ക സൃഷ്ടിക്കുന്നതല്ല. ഇടുക്കി, ഇടമലയാർ, പമ്പ, കക്കി, ഷോളയാർ, ബാണാസുര സാഗർ തുടങ്ങിയ ഡാമുകളിലൊക്കെ സംഭരണശേഷിയുടെ പകുതിയോളം മാത്രമേ വെള്ളമുള്ളൂ. എന്നാൽ സംഭരണശേഷി കുറഞ്ഞ ഡാമുകൾ ഇതിനോടകം തുറന്നിട്ടുണ്ട്. കടുത്ത മഴയുള്ള പ്രദേശങ്ങളിൽ അതിൻ്റെ ഭാഗമായുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇടുക്കി, വയനാട് ജില്ലകളിലെ മലയോര മേഖലകളിൽ വ്യാപകമായി ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നുണ്ട്. മഴയോടൊപ്പം കടുത്ത കാറ്റും കൂടിയാണുള്ളത്. മരങ്ങൾ കടപുഴകി വീഴുന്നതിന് അതിൻ്റെ ഭാഗമായ പ്രയാസങ്ങൾക്കൊക്കെ ഇത് കാരണമാകുന്നുണ്ട്. വൈദ്യുതി ലൈനുകൾക്കും വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. വൈദ്യുതി ജീവനക്കാർ രാപ്പകലില്ലാതെ വൈദ്യുതിബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഈ എല്ലാ കാര്യത്തിലും ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ഇന്ന് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ. CM, ഇനിയും ഒരുപാട് പേർ രാജമലയിൽ കുടുങ്ങിക്കിടക്കുന്നെന്നാണ് പറയുന്നത്. ഈ രാത്രിയും നമുക്ക് ആ രക്ഷാദൗത്യം നടക്കാൻ സാധ്യമാണോ? ഇനിയിപ്പം ആ രീതിയിൽ എങ്ങനെയാണ്
അവിടെ നിന്നും CM-ന് കിട്ടുന്നൊരു ഇൻപുട്ട്? എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് രാത്രിയിലും രക്ഷാദൗത്യം നടത്താൻ പറ്റും. അതിന് മാത്രം മതിയായ വെളിച്ചം ഉണ്ടാക്കാനുള്ള സംവിധാനം അവിടെയുണ്ട്. പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് കിട്ടിയ വിവരം. സീമ, കഴിഞ്ഞ രണ്ട് വർഷവും ഇതേ സമയത്താണ് പ്രളയമുണ്ടായത്. ഈ പ്രളയം മുന്നിൽ കണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ നടത്തുന്നത്. ചില വിമർശനങ്ങൾ ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ഈ ഹെലികോപ്റ്റർ, സംസ്ഥാന സർക്കാരിന് ഹെലികോപ്റ്റർ ഉണ്ടായിട്ട് അതെന്തുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ഉപയോഗിച്ചില്ല എന്നൊരു വിമർശനം സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ വസ്തുതയുണ്ടോ? ഇതില് നമ്മുടെ ഈ ദുരന്ത സാധ്യത കണ്ടുകൊണ്ടുള്ള നടപടികൾ നേരത്തെ തന്നെ ഫലപ്രദമായി നാം നിർവഹിച്ചിരുന്നു. ഇതൊരു പ്രതീക്ഷിക്കാത്ത ദുരന്തമാണ് ഇവിടെ സംഭവിച്ചത്. ഹെലികോപ്റ്ററിൻ്റെ കാര്യം പറഞ്ഞാൽ, ഈ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുള്ള ഹെലികോപ്റ്ററും ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടുത്തെ കാലാവസ്ഥ ഹെലികോപ്റ്റർ പറക്കാൻ പറ്റാത്തതായിരുന്നു. ആ ഉപദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ഉപയോഗിക്കാത്ത സ്ഥിതിയുണ്ടായത്. ഇവിടെ നമ്മുടെ എയർഫോഴ്സിനെ സമീപിക്കുന്നത്, കഴിഞ്ഞ ദുരന്തത്തിലൊക്കെയുള്ള അനുഭവം നമുക്ക് ഓർമ്മയില്ലേ? ഒരുപാട് സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചവരാണ് നമ്മുടെ വായുസേന. വലിയ സേവനമാണ് അവർ നടത്തിയിരുന്നത്. അതിൻ്റെ തലപ്പത്തിരുന്ന സുരേഷ്, നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, അദ്ദേഹം അടുത്ത നാളിലാണ് സർവീസിൽ നിന്ന് പിരിഞ്ഞത് എന്ന് തന്നെ കണ്ടു. അപ്പം വ്യോമസേനയുടെ സഹായം തേടുക എന്നത് ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായി ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ അവർക്കും ആ ഘട്ടത്തിൽ ഈ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് എത്താൻ കഴിഞ്ഞില്ല. അതിനപ്പുറം അതിൽ മറ്റ് പ്രത്യേകതകളൊന്നുമില്ല. അവർ വളരെ ഫലപ്രദമായി നമ്മളെ സഹായിക്കുന്നവരാണ്. എപ്പോഴും ഇത്തരം ഘട്ടങ്ങളിൽ നമ്മളവരെ സമീപിക്കാറുണ്ട്. മൂന്നാർ പോലുള്ള ഹൈ റേഞ്ചിലെ തോട്ടം മേഖലകളിലെ ലയങ്ങളിലെല്ലാം ഒന്നുകിൽ മലയിലോ അല്ലെങ്കിൽ മലയുടെ അടിവാരത്തോ ഒക്കെ ആയിരിക്കും. ഉരുൾപൊട്ടലിന്റെ സാധ്യത മുന്നിൽ കണ്ട് ഈ ലയങ്ങളിലുള്ളവരെ മാറ്റി താമസിപ്പിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കും? ഇത് സാധാരണ നിലക്ക് നമ്മുടെ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും മറ്റും പരിശോധിച്ചുകൊണ്ട് അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് നേരത്തെ തന്നെ കണ്ടിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളവരെല്ലാം മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിയും നമ്മൾ സ്വീകരിച്ചു. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അത്തരം ആളുകളെല്ലാം മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സ്ഥലം അത്തരമൊരു അപകട സാധ്യതയുള്ള സ്ഥലമായിട്ട് നേരത്തെ കണക്കാക്കിയിരുന്നില്ല. അതാണ് ഇത്തരമൊരു ദുരന്തത്തിന് ഇടയാക്കിയത്. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തം എന്ന നിലക്കാണ് വന്നു ചേർന്നത്. അതിൽ ഇതിൻ്റെ അനുഭവത്തിൽ ലയങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്നും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും എല്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CM നേരത്തെ അങ്ങ് പറയണ്ടായി ഇരട്ട ദുരന്ത മുഖത്താണ്. നമുക്കിപ്പം ഈ CFLTC പല സ്ഥലത്തും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഒക്കെ ഉള്ള സമയത്താണ് പലയിടത്തും തീരദേശത്തൊക്കെ ഈ മഴ ഭീഷണി, ഇപ്പോൾ ഈ റവന്യൂ ആരോഗ്യ ഉദ്യോഗസ്ഥരൊക്കെ ഈ ദുരന്തമുഖത്തേക്ക് പോകേണ്ടി വരും. ഇതേപോലെ ഇനിയും രാജമല അടുത്ത ദിവസങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടായാൽ രണ്ടും കൂടി നമുക്ക് ആകെ ഒരു പ്രശ്നമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരില്ല? സ്വാഭാവികമായും രണ്ടും കൂടി വരുമ്പോൾ നമുക്ക് പ്രശ്നം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഒരു പ്രത്യേകത അതൊക്കെ നമുക്ക് നേരിടാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. കാരണം ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഇത്തരം കാര്യങ്ങളിലെല്ലാം ഉണ്ടാകും. നല്ല രീതിയിൽ ജനങ്ങൾ സഹകരിക്കും. അതിൻ്റെ ഭാഗമായി തന്നെ ഏത് ദുരന്തത്തെയും നമുക്ക് നേരിടാനും അതിജീവിക്കാനും കഴിയും. ഇത്തരം രണ്ട് ദുരന്തവും ഒന്നിച്ചു വന്നാൽ അത് നമുക്കുണ്ടാക്കുന്ന പ്രയാസം ചെറുതായിരിക്കില്ല. അതിനനുസരിച്ച് കൂടുതൽ ആളുകൾ ഈ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാകേണ്ടതായിട്ട് വരും. CB, പ്രതിരോധ പ്രവർത്തനങ്ങൾ പോലീസിനെ ഏൽപ്പിച്ചിട്ട് 3-4 ദിവസം കഴിയുന്നു. ഈ രോഗികളുടെ എണ്ണത്തിൽ ഏതെങ്കിലും തരത്തിലൊരു കുറവ് രേഖപ്പെടുത്തുന്നില്ല. രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ നമ്മൾ സ്വീകരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് കണക്കാക്കാൻ കഴിയുമോ? അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. ഈ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം നമ്മൾ കാണണമെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും കഴിയണം. അത് നമുക്കറിയില്ലേ. ഈ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ വിലയിരുത്താം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഏതായാലും നാം ശ്രമിക്കുന്നത് കൂടുതൽ വ്യാപിക്കാതിരിക്കാനാണ്. നമ്മുടെ വിദഗ്ധരൊക്കെ പറഞ്ഞിട്ടുള്ളത് വ്യാപനം ഉണ്ടാകുമെന്നാണ്. അത് കഴിയാവുന്നത്ര തടയാനാണ് നാം ശ്രമിച്ചു വരുന്നത്.
അത് ഒരു 5-10 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. അതിനൊരു സംശയം, 5-10 ദിവസം ആയാൽ പോലും ആരോഗ്യ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ പോലീസ് ചെയ്യുമ്പോൾ എങ്ങനെയെന്നാണ് ഒരു സംശയം വരുന്നത്. അത് ദുഷ്ടബുദ്ധിയോടെയുള്ള സംശയമാണ്. ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണത്. അതാണ് നമുക്ക് എപ്പോഴും ഈ ദുഷ്ടലാക്കാണ് തകട്ടി വരിക. അതിൻ്റെ ഒരു പ്രശ്നമാണത്. ആരോഗ്യവകുപ്പ് ചെയ്യേണ്ടത് ആരോഗ്യവകുപ്പ് ചെയ്യും. ആരോഗ്യവകുപ്പിനെ ഈ കാര്യത്തിൽ ഫലപ്രദമായി സഹായിക്കാൻ ഇപ്പോൾ പോലീസ് കൂടി രംഗത്ത് വളരെ സജീവമായിട്ട് വരുന്നു. ഇനി മറ്റു ചിലതും ആലോചിക്കുന്നുണ്ട്. മറ്റു ചിലരെ കൂടി നമുക്ക് രംഗത്തിറക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം എല്ലാവരും കൂടി ഇതിൻ്റെ ഭാഗമായി നിന്നാൽ മാത്രമേ ഇതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. ആ തടഞ്ഞു നിർത്തൽ നമുക്കൊരാവശ്യമാണ്. അതിങ്ങനെ പറന്നോട്ടെ എന്നൊരു നിലയെടുത്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതിനാണ് നാം ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നമ്മളൊരു വിധി പറയണ്ട. CM കഴിഞ്ഞ തവണ ഈ റാന്നിയിലൊക്കെയാണ് ആദ്യം വെള്ളം കയറിയത്. അപ്പോൾ ഇന്നിപ്പം റാന്നിയിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രളയ സാധ്യത കാണുന്നുണ്ടോ, അതോ ഇത് ഒഴുകിപ്പോകുന്ന? കാലാവസ്ഥാ വിദഗ്ധരൊക്കെ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തോതിലുള്ള പ്രളയമൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഈ പ്രവചനങ്ങളെയൊക്കെ നമുക്ക് ആശ്രയിക്കാൻ പറ്റും. വേറെ നമുക്ക് വേണ്ട മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല CM, ഈ ആർമിയുടെയും എയർഫോഴ്സിന്റെയും ഒക്കെ സേവനം തേടുന്നത് കഴിഞ്ഞ തവണ അത് ചെങ്ങന്നൂരിലേക്കൊക്കെയാണ്. വളരെ 2 ദിവസം കഴിഞ്ഞാണ് അവരൊക്കെ വന്നത്. അപ്പം നമ്മൾ നേരത്തെ ഒരു റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ആർമിയുടെ എയർഫോഴ്സിന്റെ ടീം ഇപ്പം സജ്ജമായി നിൽപ്പുണ്ടോ കേരളത്തിൽ? ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ തന്നെ നമ്മൾ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ള നില വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നീക്കാൻ പറ്റും. അതാണ് കാണേണ്ടത്. മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇന്നലെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സജീവമായി നിൽക്കുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് NIA കോടതിയിൽ ഒരു കേസ് ഡയറി ഹാജരാക്കിയപ്പോൾ ഈ കേസിലെ പ്രതിയെ സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധമുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനോട് CM എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, ഞാനതിൽ പ്രത്യേകിച്ച് പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, NIA അന്വേഷിക്കുകയാണ്. ആ അന്വേഷണം കൃത്യമായി നടക്കട്ടെ. അവർ കണ്ടെത്തുന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണോ എവിടെയൊക്കെയാണോ അവർക്ക് പോകേണ്ടത് അവർ ചെല്ലട്ടെ. ഇതൊക്കെ ഞാൻ നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണ്. അതിനപ്പുറം ഒന്നും ഇപ്പോൾ പറയാനില്ല. അവർ അവരുടേതായ ഭാഗമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അതിലേതാണ് ശരി തെറ്റ് എന്നുള്ളത് കുറേ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. അല്ല, നേരത്തെ അങ്ങയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തിബന്ധം, അതിന്റെ പുറത്ത് അങ്ങ് അദ്ദേഹത്തെ ഒഴിവാക്കി എന്ന് പറയുന്നു. അത് അദ്ദേഹത്തിന്റെ കാര്യമല്ല. പക്ഷെ NIA പറയുന്നത് അങ്ങയുടെ ഓഫീസിൽ നിർണായക സ്വാധീനം, അത് കൂടുതൽ പറഞ്ഞിട്ടില്ല. അത് കുറെ കൂടി ഒരു ഗൗരവം ഉണ്ടാക്കുന്നതായിരിക്കില്ലേ? അത് NIA പറഞ്ഞതാണോ നിങ്ങളുടെ മാധ്യമം പറഞ്ഞതാണോ എന്ന് പരിശോധിക്കണം. അത്രയേ ഉള്ളൂ. NIA പറഞ്ഞ കാര്യങ്ങളുണ്ട്. NIA പറഞ്ഞതിനപ്പുറം അതിന് മാനങ്ങൾ ചാർത്തിക്കൊടുക്കാൻ ചിലർ ബോധപൂർവ്വം ഇവിടെ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. NIA പറഞ്ഞത് തന്നെ. അതിന് വേറെ വ്യത്യാസമൊന്നുമില്ല. ഒരു കാര്യമാണ് ഈ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്നലെ കോടതിയിൽ പറഞ്ഞ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുമായിട്ടും അവർക്ക് പരിചയമുണ്ട് എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയായിട്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ വക്കീൽ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പരിചയമില്ലെന്ന് ചോദിച്ചില്ലേ ആ ചോദിച്ച ആളോട്? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ പലർക്കും പരിചയം ഉണ്ടാവില്ലേ? അതിനപ്പുറമുള്ള പരിചയം എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളെപ്പോലുള്ള ചില മാധ്യമപ്രവർത്തകർക്കും നിങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങൾക്കും എന്താണ് വേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വർണം കടത്താൻ കൂട്ടുനിന്നാണോ? അതിനുവേണ്ടി ശ്രമിച്ചു എന്നാണോ? അതിനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതെത്ര അധ്വാനിച്ചാലും ഒരു ഫലവും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കിക്കോ. അല്ലാതെ CM-ന് അതിനകത്ത് പങ്കുണ്ടെന്നല്ല പറയുന്നത്. അങ്ങനെ ഒരു സംശയം എവിടെങ്കിലും വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ പറയണ്ടേ? CM അല്ലേ അത് പറയേണ്ടത്? നിങ്ങൾ പറയുന്നതിന്റെ ഉദ്ദേശം നാട്ടുകാർക്ക് നല്ലതുപോലെ വ്യക്തമായിട്ടുണ്ടല്ലോ. അത് നാട്ടുകാർക്ക് ഒരു സംശയവും ഇപ്പോൾ ഇല്ലാലോ ഇക്കാര്യത്തിൽ. നിങ്ങളൊരു പ്രത്യേക രീതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ. ഈ നാടിന്റെ പൊതുവായ ബോധം മാറ്റിമറിക്കാൻ പറ്റുമെന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? അതാണോ മാധ്യമധർമ്മം? നിങ്ങളൊരു പ്രത്യേക ഉപജാപക സംഘത്തിന്റെ വക്താക്കളായി മാറുകയല്ലേ. ആ ഉപജാപക സംഘത്തിന്റെ വക്താക്കളായിട്ടാണോ മാറേണ്ടത്? എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന എന്നെക്കുറിച്ച് ഒരു സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ വാർത്തകൾ നിങ്ങൾ കൊടുക്കുന്നത്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ? അതല്ലേ നോക്കേണ്ടത്. എന്തും വിളിച്ചു പറയാമെന്നുള്ള അവസ്ഥയല്ലേ. ഏത് നിന്ദ്യമായ രീതിയും സ്വീകരിക്കാമെന്നല്ലേ. അതിനാണോ കൂട്ടു നിൽക്കേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കതിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയില്ല. നാട്ടുകാർക്കും അറിയാം ഇതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല എന്ന്.
കൃത്യമായ അന്വേഷണം നടന്നിട്ട് ആ അന്വേഷണത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ വരട്ടെ. അതല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഈ ഉദ്യോഗസ്ഥൻ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ കൂടിയല്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംശയം കൂടി വരില്ലേ? സംശയത്തിന്റെ നിഴലിൽ വരില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സ്വാഭാവികമൊരു ചോദ്യം മാധ്യമങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് അല്ലേ? ആ സ്വാഭാവികമായ ചോദ്യമാണോ ഉണ്ടായത് ഇവിടെ? ഇവിടെ സ്വാഭാവികമായ ചോദ്യമാണെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ഒതുങ്ങി നിൽക്കുമല്ലോ. ആ ഉദ്യോഗസ്ഥൻ ഒതുങ്ങി നിന്നുകൊണ്ടാണോ വന്നത്? ഇന്നത്തെ നിങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ചില മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ നോക്ക്. അതാണോ റിപ്പോർട്ടിന്റെ പൊരുൾ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? വേറെ പലർക്കും മറ്റു പല ഉദ്ദേശവും കാണും. അതിന് കൂട്ടുനിന്ന് കൊടുക്കണോ നിങ്ങൾ? രാഷ്ട്രീയമായി എന്നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികളുണ്ടാവും. ആ ശക്തികളുടെ കൂടെ നിന്ന് കൊടുക്കണോ? സാധാരണ നിലക്കുള്ള മാധ്യമധർമ്മം പാലിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അത് നിങ്ങളെ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തെല്ലാം രീതികളാണ് സ്വീകരിക്കുന്നത്? ഇന്നൊരു മാധ്യമം ഉപ്പും വെള്ളവും എടുത്ത് പോന്നാണ്ടല്ലോ. ആരാ ഉപ്പ് വേറിയത്? ആരാണ് വെള്ളം എടുത്തത്? ആരാണ് വെള്ളം കുടിക്കേണ്ടി വരിക? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗമായി തലപ്പത്തിരിക്കുന്ന ഞാൻ വെള്ളം കുടിക്കേണ്ടി വരുമെന്നാണോ? അതാ ഞാൻ പറഞ്ഞത്, മനസ്സിൽ വെച്ചാൽ മതി എന്ന്. അത് നിങ്ങൾ ആദ്യം കാണണം. എനിക്കങ്ങനെ യാതൊരു ആശങ്കയില്ല. ഏത് അന്വേഷണവും നടക്കട്ടെ. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, ഇത് ഗൗരവമായ കേസാണ്, ഗൗരവമായ രീതിയിൽ തന്നെ അന്വേഷിക്കണം. അത് തന്നെയാണ് NIA കോടതിയിലും പറഞ്ഞത്. ഞാൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത്, ഇതിന്റെ തുടക്കം മുതൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അധിക ദിവസമൊന്നും കഴിയേണ്ടി വരില്ല. എല്ലാ വിവരവും പുറത്തു വരും, സ്വാഭാവികമായും പുറത്തു വരും. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകം ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ആരുടെയൊക്കെ നെഞ്ചിടിപ്പ് കൂടുന്നുവെന്ന് അപ്പോൾ കാണാം. എനിക്കും എൻ്റെ ഓഫീസിനും ഒന്നും മറച്ചു വെക്കാനില്ല കാര്യത്തിൽ. ഈ മാധ്യമങ്ങൾക്കെതിരെ പറയുമ്പോഴേ ഈ CM തന്നെയാണ് NIA നല്ല വിശ്വാസമുള്ള ഏജൻസിയാണെന്ന് പറയുന്നത്. അത് NIA തന്നെ കോടതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പൊ NIAയുടെ അഭിഭാഷകൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ലേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? അങ്ങ് പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണോ? അതാണോ മാധ്യമങ്ങൾ അങ്ങ് ഇങ്ങനെ വിമർശിക്കാനുള്ള കാരണം? ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുത്ത രീതിയാണ്. നിങ്ങൾ കൊടുത്ത രീതി എന്നെയും എൻ്റെ ഓഫീസിനെയും അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിലാണ്. അതാണോ ചെയ്യേണ്ടത്? കേരളം പോലൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ഈ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്ന ഒന്നാണ് എന്ന് വരുത്തലാണോ നിങ്ങളുടെ ആവശ്യം? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണോ മാധ്യമധർമ്മം? നിങ്ങൾക്ക് എല്ലാ കാലത്തും നിങ്ങളുടേതായ നിലപാടുകളുണ്ടാവും. എന്നെ പോലത്തെ ഒരാള്, അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തിന്റെ ആള് ഇവിടെ അത്തരമൊരു ഗവൺമെന്റ് വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ പൂർവ്വകാല ചരിത്രമൊക്കെ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ടാണോ പോകേണ്ടത്? കാലം മാറിയില്ലേ? വിവിധ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇവിടെ വന്നില്ലേ? ഞങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിന് ദോഷമാണോ സംഭവിച്ചത്? കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ എത്രയോ എണ്ണി എണ്ണി പറയാൻ പറ്റില്ലേ? അതല്ലേ വസ്തുത. ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ പത്രസമ്മേളനങ്ങൾ സാധാരണ ഈ കോവിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നതുകൊണ്ട് അതിലങ്ങ് ഒതുങ്ങി നിൽക്കാനാണ് ശ്രമിക്കാറ്. എന്തുകൊണ്ടാണത്? ഇത്തരം ആക്ഷേപങ്ങളൊക്കെ വരുമ്പോൾ അതിന് മറുപടി പറയുമ്പോൾ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങളുണ്ട്. ആ ജനങ്ങളിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. ഇപ്പൊ എന്നെ ആക്ഷേപിക്കാൻ, അല്ലെ ഞങ്ങളെ ആക്ഷേപിക്കാൻ ഒരുങ്ങി പുറപ്പെടുന്ന നേതൃത്വങ്ങളുടെ അണികളുമുണ്ട്. അപ്പൊ അവർക്കൊന്നും വല്ലാത്തൊരു മനപ്രയാസം ഉണ്ടാക്കണ്ട എന്നതുകൊണ്ടാണ് ഞാൻ പല ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാതെ പോയത്. നിങ്ങളിനി അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പത്രസമ്മേളനങ്ങളിൽ അതുമാകാം. ഒരു ഭാഗം ഇങ്ങനെ പോകാം നമുക്ക്. അതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എനിക്കതിനും മടിയൊന്നുമില്ല.
നമ്മൾ തമ്മിൽ കുറെ കാലമായില്ലേ കാണുന്നത്. CM ഇപ്പൊ നമ്മൾ ഇവിടെ നിർത്തുന്നോ ഇനിയും വീണ്ടും തുടരുന്നോ? ഇല്ല, CM ഒരു കാര്യം കൂടി. ആ, ചോദിക്കൂ. ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമാണ് നടക്കുന്നത്. അവിടെ CM പറഞ്ഞതുപോലെ അംഗീകരിക്കുന്ന പല സാധ്യതകളുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായ ഒരു സംശയം സർക്കാരിനെതിരെ ഉണ്ടാകില്ലേ? അത് മാധ്യമങ്ങൾ കിട്ടുന്ന വാർത്തകൾ അങ്ങനെ കൊടുക്കുന്ന ഒരു സ്വാഭാവികത ഉള്ളതല്ലേ? പ്രത്യക്ഷമായും പറഞ്ഞോ പൂർത്തിയാക്കും. അല്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ഷേപവും ആരോപണം വരുമ്പോൾ ഒരു ഉത്തരവാദിത്വം സർക്കാരിനോട് മറുപടി പറയേണ്ട ഒരു ബാധ്യത CM-നില്ലേ? അതുകൊണ്ട് മാത്രമാണ് മാധ്യമങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്. ഒരു സംശയത്തിന്റെ നിഴൽ വരാൻ പാടില്ലല്ലോ എന്ന ഒരു പശ്ചാത്തലം. അതത് നിങ്ങളുടെ ശുദ്ധാത്മാവ് കൊണ്ട് ചോദിക്കുന്നതാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അതെല്ലാവരും വിലയിരുത്തുന്നത് നിങ്ങളെ പറ്റി. നിങ്ങൾ അത്രയും പരിശുദ്ധാത്മാക്കളാണെന്ന് തന്നെയാണല്ലോ എല്ലാവരും കാണുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ കാണേണ്ടത്, ഇവിടെ ഉയർന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ നിലപാട് ഞാൻ എടുത്തിട്ടുണ്ട്, ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം സസ്പെൻഷനടക്കം കഴിയുന്നത്. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തൃപ്തരല്ല. അതാണ് പ്രശ്നം. നിങ്ങൾ തൃപ്തരാകാത്തത് നിങ്ങൾക്ക് തൃപ്തി വരാത്തത് കൊണ്ടല്ല, നിങ്ങളെ ഈ വഴിക്ക് പറഞ്ഞു വിടുന്നവർക്ക് തൃപ്തി വന്നിട്ടില്ല. ആ തൃപ്തി വരണമെങ്കിൽ എന്ത് വേണം? ഈ കസേരയിൽ നിന്ന് ഞാനങ്ങ് ഒഴിഞ്ഞു കിട്ടണം. അത് നിങ്ങളെ ആഗ്രഹം കൊണ്ട് നടക്കില്ല. നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചാലേ നടക്കൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കിപ്പോ ഇവിടെ നിർത്തിക്കൂടെ? പിന്നെ കാണാം, അടുത്ത കാണാം. പിന്നെ നാളെ നിങ്ങളെ ചോദ്യത്തെ പേടിച്ചിട്ട് ഞാൻ പോയി കളഞ്ഞു എന്ന് പറയണ്ട. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുന്നത്. മന്ത്രി KT ജലീലിനെതിരെയുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നു. അതായത് ഈ UAE കോൺസുലേറ്റിൽ നിന്നും ഖുറാനാണ് നൽകിയതെന്നായിരുന്നു നേരത്തെ മന്ത്രി KT ജലീൽ പറഞ്ഞത്. എന്നാൽ UAE കോൺസുലേറ്റ് പറയുന്നത് ഖുറാൻ അല്ല വിതരണം ചെയ്തതെന്നാണ്. അതിന് ജലീൽ തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട്. ജലീലിന്റെ വിശദീകരണമുണ്ട് ആ കാര്യത്തിൽ. ശരി.